മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. നാരായണീയം രണ്ടാമത്തെ ദശകത്തിൽ 5-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് ഇന്ന് പറയാൻ പോകുന്നത്. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. ലക്ഷ്മീസ്താവകരാമണീയകഹൃദൈവേയം പരേഷ്വസ്ഥിരേത്യസ്മിൻ അന്യദപി പ്രമാണമധുനാ വക്ഷ്യാമി ലക്ഷ്മീപതേ. യേ ത്വധ്യാനഗുണാനുകീർത്തനരസാസക്താ ഹി ഭക്താ ജനാസ്തേഷ്വേഷാ വസതി സ്ഥിരൈവ ദയിതപ്രസ്താവദത്താദരാ. കഴിഞ്ഞ ശ്ലോകത്തിൽ ലക്ഷ്മി ഭഗവതിക്ക് ചപല, ചഞ്ചല എന്നൊക്കെ ഉള്ളതായിട്ടുള്ള പേര് വന്നു. എന്തുകൊണ്ട്? അങ്ങയുടെ മനോഹരമായിട്ടുള്ള രൂപത്തെ കുറിച്ചുള്ളതായിട്ടുള്ള ചിന്ത കൊണ്ട്, അതിൽ തന്നെ ധ്യാനം കൊണ്ട്, അതിൽ ഉറച്ച ഭക്തി കൊണ്ട് അന്യരിൽ സ്ഥിരമായിട്ട് വസിക്കുന്നില്ല. ലക്ഷ്മിയെ ഭജിക്കുന്നവർ ഭക്തന്മാരിൽ പോലും, ലക്ഷ്മി ഭഗവതിയുടെ ഭക്തന്മാരിൽ പോലും സ്ഥിരമായിട്ട് വർദ്ധിക്കുന്നില്ല ലക്ഷ്മി ഭഗവതി. അങ്ങയുടെ ഭക്തന്മാരിൽ അങ്ങയുടെ രൂപത്തിലുള്ളതായിട്ടുള്ള താല്പര്യം കൊണ്ട് അവിടെ തന്നെ സ്ഥിരമായിട്ട് വസിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി അതുമാത്രമല്ല, ഈ ചഞ്ചലത്വം വന്നത് മറ്റുള്ളവരിൽ മാത്രമേ ഉള്ളൂ. ഭഗവാന്റെ ഭക്തന്മാരുടെ കൂട്ടത്തിലും കൂടിയും ഭഗവതിക്ക്, ലക്ഷ്മി ഭഗവതിക്ക് ചാഞ്ചല്യം ഇല്ല. ഭഗവത് ഭക്തി ഇല്ലാത്തവരിൽ മാത്രമേ ലക്ഷ്മി ദേവിക്ക് ചാഞ്ചല്യമുള്ളൂ. സ്ഥിരമായിട്ട് വർത്തിക്കാതിരിക്കുന്നത് അന്യന്മാരിൽ മാത്രമാണ്. ഭഗവത് ഭക്തന്മാരിൽ സ്ഥിരമായിട്ട് വർത്തിക്കും ലക്ഷ്മി ഭഗവതി എന്ന് പറയുകയാണ് ഈ ശ്ലോകത്തിൽ. ലക്ഷ്മീഹി താവകരാമണീയ ഹൃദാ ഏവ. ലക്ഷ്മി ഭഗവതി താവകീയം. താവകീയം എന്ന് വെച്ചാൽ അങ്ങയുടേത്. താവകം അങ്ങയുടേത്. താവക രാമണീയക ഹൃദാ ഏവ. അങ്ങയുടെ രാമണീയത എന്ന് പറഞ്ഞാൽ മനോഹാരിത തന്നെ, രമണമായിട്ടുള്ളതായിട്ടുള്ള അവസ്ഥ, അതായത് മനോഹാരിത. അങ്ങയുടെ മനോഹാരിത, താവക രാമണീയകം വെച്ചാൽ ഭംഗി, മനോജ്ഞത എന്ന് തന്നെ അർത്ഥം. അതുകൊണ്ട് അപഹരിക്കപ്പെട്ടവളാണ്. ഹൃദാ ഏവ, അപഹരിക്കപ്പെട്ടവളാണ്. അതായത് ലക്ഷ്മി ഭഗവതിയുടെ ഹൃദയം അങ്ങയുടെ രാമണീയകതയിൽ തന്നെ ലയിച്ചിരിക്കുന്നതാണ്. അതിൽ തന്നെ കൗതുകം കാണുന്നതാണ്. മറ്റൊരിടത്തും കൗതുകമില്ല ഭഗവതിക്ക് എന്നുള്ളതിന് ഇയം ലക്ഷ്മീഹി, ഇയം എന്നുള്ളത് അവിടെ ഈ ലക്ഷ്മി ഭഗവതി അങ്ങനെ അങ്ങയുടെ രാമണീയകതയിൽ തന്നെ സന്തോഷം കാണുന്നവളാണ്, അതിൽ ചാഞ്ചല്യമില്ലാത്തവളാണ് എന്നുള്ളതിന് പരേഷു അസ്ഥിര. അതുകൊണ്ടാണ് അന്യന്മാരിൽ അസ്ഥിരമായിട്ട് വർത്തിക്കുന്നത്. ഭഗവത് ഭക്തരല്ലാത്തവരിലും തൻ്റെ ഭക്തരിൽ കൂടി ലക്ഷ്മി ഭഗവതി ചഞ്ചലയായിട്ട് വർത്തിക്കുന്നത് അങ്ങയുടെ രാമണീയകതയിൽ ഹൃദമായിട്ടുള്ള അപഹരിക്കപ്പെട്ട ബുദ്ധി ചേതസ്സോടുകൂടി കൊണ്ടാണ്. ലക്ഷ്മിയുടെ മനസ്സിനെ അപഹരിക്കുന്നത് അങ്ങയുടെ സൗന്ദര്യമാണ്. ആ സൗന്ദര്യാതിശയത്തിൽ ലയിച്ചിരിക്കുന്നതായിട്ടുള്ള, അതിൽ തന്നെ മനസ്സ് മുഴുവൻ മുഴുകിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ലക്ഷ്മി ദേവി പരേഷു അസ്ഥിര. അന്യന്മാരിൽ സ്ഥിരം ഇല്ലാത്തവളാണ്, സ്ഥിരത ഇല്ലാത്തവളാണ്, ചാഞ്ചല്യമുള്ളവളാണ്. ശരിയാണ് എന്ന് പറയുകയാണ്. മറ്റുള്ളവരുടെ കാര്യത്തിൽ ലക്ഷ്മി ഭഗവതിക്ക് ചാഞ്ചല്യമേ ഉള്ളൂ. അവൾ അങ്ങയുടെ മനോഹാരിതയിൽ തന്നെ ഉറച്ച്, അതുകൊണ്ട് അപഹരിക്കപ്പെട്ട ബുദ്ധിയോടുകൂടിയവളാണ്. അവളുടെ ബുദ്ധി മുഴുവൻ അങ്ങയുടെ ഈ മനോഹാരിതയിൽ തന്നെ ലയിച്ചിരിക്കുന്നു എന്ന് പറയണം. പരേഷു അസ്ഥിര, അതുകൊണ്ട് തന്നെ അന്യരിൽ അസ്ഥിരയാണ്, സ്ഥിരമായി വർത്തിക്കാത്തവളാണ് ലക്ഷ്മി എന്നുള്ളതിന്. ഇതി അന്യതപി പ്രമാണം അധുനാ വക്ഷ്യാമി. ഈ കാര്യത്തിൽ ഞാൻ മറ്റൊരു പ്രമാണം കൂടി പറയാം. അതായത് ഭഗവതി ലക്ഷ്മീദേവി അങ്ങയുടെ രൂപത്തിൽ
അപഹൃതയായിട്ടാണ് മറ്റുള്ളവരിൽ അസ്ഥിരയായിട്ട് വർത്തിക്കുന്നത് എന്നുള്ളതിന് ഞാൻ മറ്റൊരു പ്രമാണം കൂടി പറയാം. അന്യതപി പ്രമാണം, മറ്റൊരു പ്രമാണം കൂടി അധുനാ വക്ഷ്യാമി, ഇപ്പോൾ പറയാം. ഞാനൊരു പ്രമാണം കൂടിയും പറഞ്ഞു തരാം. എന്താണത്? ലക്ഷ്മീപതേ, അല്ലയോ ലക്ഷ്മീപതേ, ലക്ഷ്മി ഭഗവതിയുടെ ഭർത്താവായിരിക്കുന്ന വല്ലഭനായിരിക്കുന്ന അല്ലയോ ഭഗവാനെ, ഞാൻ ഭഗവതി ലക്ഷ്മി ദേവി അങ്ങയിൽ തന്നെ ആസക്തയാണ്, ഉറച്ചിരിക്കുന്നവളാണ്, മറ്റുള്ളവരിൽ അസ്ഥിരയാണ് എന്നുള്ളതിന് ഞാൻ മറ്റൊരു പ്രമാണം കൂടി പറയാം എന്ന് പറയണം. എന്താണ് ആ പ്രമാണം? യേ ത്വധ്യാന ഗുണാനുകീർത്തന രസാസക്താഹി ഭക്താജനാഹ, യേ ഭക്താജനാഹ, യാതൊരു ഭക്തജനങ്ങളാണോ ഉള്ളത്, അങ്ങയുടെ ഭക്തന്മാരായിട്ടുള്ള യാതൊരു ജനങ്ങളാണോ ഉള്ളത്, എങ്ങനെയുള്ളവരാണ് ആ ജനങ്ങൾ? ത്വധ്യാന ഗുണാനുകീർത്തന രസാസക്താഹ, ത്വധ്യാനം, അങ്ങയെക്കുറിച്ചുള്ളതായിട്ടുള്ള ധ്യാനം കൊണ്ട് എല്ലായ്പ്പോഴും ഭഗവാനെക്കുറിച്ച് തന്നെ ചിന്ത. അതുപോലെ ഗുണാനുകീർത്തന രസാസക്താഹ, അങ്ങയുടെ ഗുണങ്ങളെ അനുകീർത്തനം ചെയ്യുന്നതിൽ, അങ്ങയുടെ കീർത്തനങ്ങളെ, അങ്ങയുടെ ഗുണങ്ങളെക്കുറിച്ച് പാടി പുകഴ്ത്തുന്നതിൽ, അതിനെക്കുറിച്ച് തന്നെ സദാസമയവും ചിന്തിക്കുകയും പുകഴ്ത്തുകയും കീർത്തനം ചെയ്യുകയും ചെയ്യുന്നതായിട്ടുള്ള അതിൽ രസം കാണുന്ന രസാസക്താഹ, അതുകൊണ്ടുണ്ടാകുന്നതായിട്ടുള്ള പരമാനന്ദം, അങ്ങയുടെ ഗുണങ്ങളെ കീർത്തനം ചെയ്തതുകൊണ്ടും അങ്ങയുടെ ഗുണങ്ങളെ ധ്യാനിക്കുന്നത് കൊണ്ടും ഉണ്ടാകുന്നതായിട്ടുള്ള രസം, അത്യധികമായിട്ടുള്ള ആ രസത്തിൽ ആസക്തരായിട്ടുള്ള, അതിൽ തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതായിട്ടുള്ള ഭക്തജനങ്ങൾ, ധാരാളം ജനങ്ങൾ അങ്ങയെ ധ്യാനിക്കുന്നതിനും അങ്ങയുടെ ഗുണങ്ങളെ വർണ്ണിക്കുന്നതിലും തൽപരരായിട്ടുണ്ട്. അങ്ങനെയുള്ളതായിട്ടുള്ള യാതൊരു ജനങ്ങളാണോ ഉള്ളത്? തേഷു ഏഷാ വസതി സ്ഥിരായേവ, തേഷു, അങ്ങനെയുള്ളതായിട്ടുള്ള ഭക്തന്മാരിൽ, അവരിൽ, തേഷു ഏഷാ, ഇവൾ, ഈ ലക്ഷ്മി ഭഗവതി വസതി സ്ഥിരയായിട്ട് വസിക്കുന്നു, അവരിൽ ഉറച്ചു വസിക്കുന്നു. അവരുടെ അടുത്തുനിന്ന് ലക്ഷ്മി ഭഗവതി പോവില്ല എന്ന് പറയാണ്. ഭഗവാനിൽ ലക്ഷ്മി ഭഗവതി സ്ഥിരയായിട്ട് വർത്തിക്കുന്നത് പോലെ തന്നെ ഭഗവത് ഭക്തന്മാരിലും ഭഗവതി സ്ഥിരമായിട്ട് തന്നെ വർത്തിക്കുന്നു. തേഷു ഏഷാ വസതി സ്ഥിരാ ഏവ, സ്ഥിരയായിട്ട് തന്നെ, ഉറച്ചു തന്നെ അവരിൽ, അങ്ങയുടെ ഭക്തന്മാരിലും ലക്ഷ്മി ഭഗവതി വർത്തിക്കുന്നു. ദൈതപ്രസാവദത്താദര, എന്തുകൊണ്ടാണ് ലക്ഷ്മി ഭഗവതി അവരിൽ, ഈ അങ്ങയുടെ ഭക്തന്മാരിൽ ഉറച്ച് വസിക്കുന്നത്, അവരോട് ഇത്ര താല്പര്യം കാണിക്കാൻ കാരണം എന്താണ് എന്ന് വെച്ചാൽ, ദൈതപ്രസാവദത്താദര, ദൈതനായിട്ടുള്ള, അതായത് ലക്ഷ്മി ഭഗവതിയുടെ ദൈതനായിട്ടുള്ള ഭഗവാന്റെ പ്രസ്താവം, അദ്ദേഹത്തെക്കുറിച്ചുള്ളതായിട്ടുള്ള സംസാരങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പാടുന്നത്, അദ്ദേഹത്തിനെക്കുറിച്ച് ധ്യാനിക്കുന്ന, ഭഗവാനെക്കുറിച്ച് ധ്യാനിക്കുക, ഭഗവാനെക്കുറിച്ച് കീർത്തിക്കുക എന്നൊക്കെ ചെയ്യുന്നതായിട്ടുള്ള ഈ ഭക്തന്മാർ അത് പറയുമ്പോൾ, അങ്ങയെക്കുറിച്ച് പറയുന്നത് കൊണ്ട് ഭഗവാനെക്കുറിച്ചുള്ളതായിട്ടുള്ള സംസാരം ഉണ്ടാകുന്നത് കൊണ്ട് അതിലുള്ളതായിട്ടുള്ള ആദരവോടുകൂടി, അങ്ങയെക്കുറിച്ച് പറയുന്നത് കേൾക്കാനുള്ളതായിട്ടുള്ള ആദരവോട്, ദത്തമായിട്ടുള്ള ആദരവോടുകൂടി, അതിൽ നൽകപ്പെട്ടതായിട്ടുള്ള ആദരവോടുകൂടി, അതിനോടുള്ളതായിട്ടുള്ള അത്യധികമായ ആദരവോടുകൂടി ലക്ഷ്മി ഭഗവതി അങ്ങയുടെ ഭക്തന്മാരിൽ സ്ഥിരമായി തന്നെ വസിക്കുന്നു എന്നാണ് പറയണത്. അതായത് ലക്ഷ്മി ഭഗവതിക്ക് ദൈതപ്രസ്താവദത്താകര, ദൈതൻ വെച്ചാൽ ഭഗവാന്റെ ഭഗവതിയുടെ ദൈതൻ ഭഗവാൻ തന്നെ, ഭഗവാന്റെ കുറിച്ചുള്ളതായിട്ടുള്ള പ്രസ്താവങ്ങൾ, സംസാരങ്ങൾ, കീർത്തനങ്ങൾ ഒക്കെ. അപ്പം അതിൽ കീർത്തന ദൈതപ്രസ്താവ ദത്താദര, അതിൽ ദത്തമായിട്ടുള്ള നൽകപ്പെട്ട ആദരവോടുകൂടി, അതിനോടുള്ളതായ ആദരവോടുകൂടി, ബഹുമാനം കൊണ്ട് ലക്ഷ്മി ഭഗവതി ഇങ്ങനെ കീർത്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള അങ്ങയുടെ ഭക്തന്മാരിൽ സ്ഥിരമായിട്ട് വർത്തിക്കുന്നു. എന്നാൽ മറ്റുള്ളവരിൽ സ്ഥിരമായിട്ട് വർത്തിക്കുന്നില്ല. അങ്ങയുടെ ഭക്തന്മാരല്ലാത്തവരിൽ ഭഗവതി വല്ലപ്പോഴും പോയി കണ്ടു ഒന്ന് വരാമെന്നല്ലാതെ കണ്ട് അവരിലൊന്നും ഭഗവതി സ്ഥിരമായിട്ട് വർത്തിക്കുന്നില്ല. അതും അങ്ങയുടെ ഗുണങ്ങളെ തന്നെ ഭഗവതി ആശ്രയിക്കുന്നു എന്നുള്ളതിന്, അങ്ങയിൽ തന്നെ ഭഗവതി ഉറച്ചിരിക്കുന്നവളാണ്, അങ്ങയിൽ സ്ഥിരയാണ്, അന്യന്മാരിൽ സ്ഥിരയല്ല എന്നുള്ളതിന് മറ്റൊരു പ്രമാണം കൂടിയാണ് ഇവിടെ ഉള്ളത് എന്ന് പറയുകയാണ്.
ലക്ഷ്മീ സ്ഥാവകരാമണീയകഹൃദൈവേയം പരേഷു അസ്ഥിരേത്യസ്മിൻ അന്യദപി പ്രമാണമധുനാ വക്ഷ്യാമി ലക്ഷ്മീപദേ. യേ തുധ്യാനഗുണാനുകീർത്തനരസാസക്താ ഹി ഭക്താ ജനാസ്തേഷ്വേഷാ വസതി സ്ഥിരൈവ ദയിതപ്രസ്താവദത്താദരാ.